എസ് ആന്റണി. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്താണ്. ഞാൻ സെന്റ് തോമസ് കോളേജ് പാലയിൽ BVoc സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ അതുമായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തെങ്ങുകയറി യന്ത്രത്തെക്കുറിച്ചാണ്. ഏകദേശം ഒരു 3000-3500 രൂപയിൽ അടുത്ത് വരും സാധനം. നമുക്ക് കൃഷിഭവനിൽ നിന്ന് സബ്സിഡി ആയിട്ട് ഇത് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. ഇങ്ങനെ ഇൻസ്ട്രുമെന്റ് ഉള്ളതായിട്ടും പല പേർക്കും അറിയത്തില്ല. നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ കാലയില് തോർത്ത് കെട്ടിയിട്ട് തെങ്ങി കയറുന്നതും അല്ലെങ്കിൽ ചകിരിത്തണ്ട് സ്റ്റെപ്പ് പോലെ അടുക്കി അതിന്റെ മണ്ടയിൽ ചവിട്ടി കയറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഇൻസ്ട്രുമെന്റ് വന്നത് ഇപ്പോൾ ഉള്ള തെങ്ങുകയറി വളരെ അധികം ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് മഴക്കാലത്തും ഭയങ്കര മഴയുള്ള സമയത്തും അത് വളഞ്ഞുള്ള തെങ്ങിലും നമുക്ക് ഇത് ഉപയോഗപ്രദം അല്ല. ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇത് രണ്ടു തരം ഉണ്ട്. ഇതിന്റെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന്റെ ഹാൻഡിൽ തമ്മിലാണ്. ഇതിൽ ഒരെണ്ണത്തിന് സെന്റിമീറ്റേഴ്സിൽ വലിപ്പം കൂടുതലും ഒരെണ്ണത്തിന് കുറവുമാണ്. അത് നമ്മുടെ കാലിന്റെ ഇതനുസരിച്ചാണ്, അതായത് ലെഫ്റ്റിനും റൈറ്റ് ലെഗിനും അനുസരിച്ചാണ് ഈ സംഭവം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. ഇത് ഒരു ഈസി മെത്തേഡാണ്. ആർക്ക് വേണമെങ്കിലും, അതിപ്പം ബോയ്സിനാണെങ്കിലും ശരി ഗേൾസിനാണെങ്കിലും ശരി ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് 2 സ്ട്രിങ് വയേഴ്സ് ഉണ്ട്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് കെട്ടിയിട്ടാണ് കയറുന്നത്. ഇത് എങ്ങനെയാണ് തെങ്ങിൽ കെട്ടുന്നത് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതിന്. വയേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ കെട്ടുന്നത്. സ്ട്രിങ് വയർ ഇതുവഴി ലോക്കായി ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് ഇതിലൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തേത് എടുത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റി ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കും. ഇത് വേപ്പിൻകുരു ചതച്ചതും മണലും ഉപ്പും കൂടെ ഉള്ള മിശ്രിതമാണിത്. ഇതാണ് നമ്മൾ ആ മുകളിൽ ഇടാൻ പോകുന്നത്. ഇതിനിട്ട് കൊമ്പൻചിലിയിൽ നിന്നും ചെമ്മൻചിലിയിൽ നിന്നും ഉള്ള അറ്റാക്ക് വളരെയധികം കുറവായിരിക്കും. ഈ ചകിരി ഇത് നല്ലപോലെ വൃത്തിയാക്കണം. ഈ സംഭവം എല്ലാം നല്ലപോലെ കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കണം. ഇല്ലെങ്കിൽ ഇതിൽ കൂമ്പ് ചീയലും ഉണ്ടാവാൻ നമ്മൾ ഇത് കെട്ടിക്കഴിഞ്ഞും കെട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് കയറി നിന്നിട്ട് ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ഞാൻ കാണിത്തരാം. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും മുകളിൽ കയറി നിന്നു. ആദ്യം നമ്മൾ എപ്പോഴും വെക്കുന്നത് വലത്തേക്കാലാണ്. വലത്തേക്കാൽ കുറച്ച് മുന്നിൽ ഇതിങ്ങനെ കൂടെ നമ്മുടെ ഈ കാലിട്ടിരിക്കുന്ന ഇതും നമ്മുടെ കാലിയുടെ സ്റ്റേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു റിബൺ പോലത്തെ ഒരിതുണ്ട്. അത് ഇങ്ങനെ കാലിങ്ങനെ പയ്യെ മുകളിലേക്ക് പൊക്കണം. കൂടെ ഈ ഹാൻഡിലിൻ്റെ ഇതും പൊക്കണം. പൊക്കി കഴിയുമ്പോഴത്തേക്കും വലിച്ച് താഴേക്ക് അമർത്തുമ്പം അത് അത് ഒരു നിശ്ചിതമാക്കി നിർത്തുമ്പോഴത്തേക്കും വലിച്ച് താഴേക്ക് ഇതാക്കണം. അന്നേരം അത് ഉറച്ചു നിൽക്കും. അതുപോലെ തന്നെ മറ്റേ കാലിനും പൊക്കിയിട്ട് വലിച്ചമർത്തി നിൽക്കുമ്പോഴത്തേക്കും അത് ഇരിക്കും.